നമസ്കാരം. GST നിയമത്തിൽ പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട് പുതിയൊരു സർക്കുലർ കൂടി വന്നിരിക്കുകയാണ്. സർക്കുലർ നമ്പർ 251. 2025 സെപ്റ്റംബർ 22 തുടങ്ങി GST നിയമത്തിലെ റേറ്റുകളും പല മാറ്റങ്ങളും വന്നിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ 28%ഉം 12%ഉം GST സ്ലാബുകൾ പൂർണ്ണമായും നിർത്തലാക്കുകയാണ്. മറ്റൊരു പ്രധാന മാറ്റം വന്നിരിക്കുന്നത് പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ടുകളാണ്. കമ്പനികൾ സപ്ലൈ ഓഫ് ഗുഡ്സും സർവീസിലും പല രീതിയിലുള്ള ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നു. ടാക്സ് ഇൻവോയ്സ് വഴി കാണിക്കുന്ന ഡിസ്കൗണ്ടുകൾക്കെല്ലാം റിഡക്ഷൻ കിട്ടും. ബാലൻസ് ഉള്ള തുകയ്ക്ക് മാത്രം GST ബാധകമാക്കിയാൽ മതി. ഇതെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷേ സെയിൽ നടന്നതിന് ശേഷം വരുന്ന ഡിസ്കൗണ്ടുകൾ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് എങ്ങനെ GSTയിൽ ഡീൽ ചെയ്യും എന്നുള്ള കാര്യമാണ് ഈ സർക്കുലർ വഴി ഗവൺമെൻറ് വ്യക്തമാക്കിയിരിക്കുന്നത്. 3 സിറ്റുവേഷൻസ് ആണ് ഈ സർക്കുലറിൽ പറയുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ, സപ്ലയർ ബയർക്ക് ഒരു ഫിനാൻഷ്യൽ ക്രെഡിറ്റ് നോട്ടോ കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ടോ ഒറിജിനൽ സെയിൽസിന് ശേഷം കൊടുത്താൽ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം, പർച്ചേസ് ചെയ്യുന്ന ഡീലർക്ക് ഈ വഴിക്ക് വരുന്ന ഈ രീതിയിലുള്ള ക്രെഡിറ്റ് നോട്ടുകൾക്ക് ഒരു കാരണവശാലും ഇൻപുട്ട് റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ പർച്ചേസിൻ്റെയും ITC എടുക്കാം. അതുപോലെ സപ്ലയർ കൊടുക്കുന്ന ഈ പറഞ്ഞ ക്രെഡിറ്റ് നോട്ടിലും ഒരു കാരണവശാലും ട്രാൻസാക്ഷൻ വാല്യൂവിൽ യാതൊരു മാറ്റവും വരാത്തത് കൊണ്ട് സപ്ലയർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഫർദർ ടാക്സിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വരുന്നില്ല. രണ്ടാമത്തെ സിറ്റുവേഷൻ പറയുന്നത്, മാനുഫാക്ചറർ ഒരു ഡീലർ വഴി എൻഡ് കസ്റ്റമറിലോട്ട് പോകുമ്പോഴുള്ള സിസ്റ്റമാണ് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, മാനുഫാക്ചറർ എൻഡ് കസ്റ്റമറുമായി ആദ്യം തന്നെ ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സെയിൽ നടത്തുന്നത് എങ്കിൽ GSTക്ക് എന്തെങ്കിലും ഇംപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻഡ് കസ്റ്റമറുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡീലർ വഴി ഈ പറഞ്ഞ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ബില്ല് ചെയ്ത് പോവുകയും പിന്നീട് അൾട്ടിമേറ്റ്ലി ഒരു സ്പെഷ്യൽ പ്രൈസിലാണ് ആദ്യത്തെ എഗ്രിമെൻ്റ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെ പിന്നീട് ഒരു ക്രെഡിറ്റ് നോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കുമെന്നും ടാക്സ് ലയബിലിറ്റിയും വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം. അതേസമയം എൻഡ് കസ്റ്റമറുമായിട്ട് യാതൊരു എഗ്രിമെൻറ്റുകളും ഇല്ലാതെ ഐറ്റംസ് കൊടുത്തു പോയാൽ പിന്നീട് കൊടുക്കുന്ന കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ടിനും ഫിനാൻഷ്യൽ ക്രെഡിറ്റ് നോട്ടിനും GSTയിൽ യാതൊരു ഇംപ്ലിക്കേഷൻസും ഇല്ല. മൂന്നാമത്തെ സിറ്റുവേഷൻ പറയുന്നത്, ഡീലർമാർ എന്തെങ്കിലും പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഈ പറഞ്ഞ മാനുഫാക്ചറിങ് കമ്പനിക്ക് വേണ്ടി ചെയ്താൽ GST എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വ്യക്തമാക്കുന്നത്, ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്, ഈ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻസ്, കോ ബ്രാൻഡിങ്, കസ്റ്റമൈസേഷൻ സർവീസസ്, എക്സിബിഷൻ അറേഞ്ച്മെന്റ്സ്, അതുപോലെ കസ്റ്റമർ സപ്പോർട്ട് സർവീസസ്, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ ആയിട്ടോ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഡീലറെ സംബന്ധിച്ച് ഒരു സപ്ലൈ ഓഫ് സർവീസാണ്. ഇത് GSTയുടെ സപ്ലൈ ആയിട്ട് വരികയും അതിന് GST ബാധകമാകുകയും എന്നുള്ള കാര്യം ഒന്നുകൂടി ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ പുതിയ സർക്കുലർ നമ്പർ 251 അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻസ്. താങ്ക് യു.